ഈഴവനെ കഴകക്കാരൻ തസ്തികയിൽ നിന്ന് പുറത്താക്കിയത് കേരളത്തിൽ അത്ര വലിയ വാർത്തയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. CPM ഭരിക്കുന്ന ഒരു ദേവസ്വത്തിൻ്റെ തീരുമാനത്തിന് മുന്നിലാണ് കാലങ്ങൾക്ക് മുന്നേ കടന്നുപോയി എന്ന് നാം കരുതിയ അയിത്തം തിരിച്ചു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകേണ്ടതായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിനായില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ധീരതയോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായി എന്നുള്ളത് വലിയ ആശ്വാസം. അത് മറ്റാരുമല്ല, കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിലെ 43% വരുന്ന ഈഴവാദി പിന്നോക്ക സമുദായങ്ങളെ കൂട്ടുപിടിച്ചാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ സർക്കാരിനെതിരെ ഈ സമുദായ വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും നവകേരളം എന്ന തരികിട ആശയത്തെ പൊളിച്ചടക്കാനും ശ്രീ VD സതീശനും പ്രതിപക്ഷത്തിനും കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു. മിനിമം യൂത്ത് കോൺഗ്രസ് എങ്കിലും ഒരു സമരം നടത്തേണ്ടതായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. അവിടെയാണ് യഥാർത്ഥ നവോത്ഥാന നായകനായി കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ശ്രീ KC വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസംഗത്തിൽ മാത്രം നവോത്ഥാനം പറയുന്നവർ ആരും ഏറ്റെടുക്കാൻ മടിച്ച ഒരു കാര്യം നട്ടെല്ല് നിവർത്തി പറയാനും വേണം അല്പം ചങ്കൂറ്റം. KC വേണുഗോപാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ എട്ടെല്ലാം ജാതിക്കോമരങ്ങൾ. ഒരു കാലത്ത് കേരളത്തിൽ ആഴത്തിൽ വേരൂന്നി നിലയുറപ്പിച്ചിരുന്ന ജാതീയതയുടെ മുഖമടച്ച് ഒരടി കൊടുത്താണ് ആശാൻ ദുരവസ്ഥ എഴുതി പൂർത്തിയാക്കിയത്. മാറുമറക്കലും പുതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവുമൊക്കെ ജാതീയതയുടെ നെഞ്ചിൽ ചവിട്ടി നാം അത് നേടിയെടുക്കുമ്പോൾ ആ വഴികളിൽ അയ്യങ്കാളി ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു, ഗുരുവിൻ്റെ ഈഴവ ശിവനുമുണ്ടായിരുന്നുവെന്നത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം. പക്ഷേ ജാതി ചിന്തകളുടെ കനലുകൾ ഇപ്പോഴും ചാരത്തിൽ പുതഞ്ഞ് സമൂഹത്തിൽ കിടപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകം പ്രവർത്തിക്കായി നിയമിച്ച തിരുവനന്തപുരം സ്വദേശി ബാലു എന്ന യുവാവിനെ ഈഴവനായതിൻ്റെ പേരിൽ ഓഫീസ് ജോലികളിലേക്ക് മാറ്റിയെന്ന വാർത്ത അങ്ങേയറ്റം നിരാശയിലേക്ക് തള്ളിയിടുന്നതാണ്. ബാലു നിയമിതനായത് മുതൽ ഇരിഞ്ഞാലക്കുടയിലെ 6 തന്ത്രി കുടുംബാംഗങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നുവെന്നും അവരുടെയും വാര്യർ സമാജത്തിൻ്റെയും എതിർപ്പിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നുമാണ് വാർത്തകൾ വന്നത്. ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പൂർത്തിയായ ഘട്ടത്തിലും ജാതി ചിന്തയും അധിഷ്ഠിതമായ വിവേചനബോധവും പേറുന്നവർ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് തന്നെ അപമാനമാണ്. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച സാമൂഹ്യ ഘടനയാണ് നമുക്കുള്ളത്. അത് രൂപപ്പെടുത്തുന്നതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രവും നമുക്കുണ്ടായിട്ടുണ്ട്. ആചാരവാദത്തിൻ്റെ നടത്തിപ്പുകാരിൽ പ്രധാനിയായ ഇണ്ടം തുരുത്തി നമ്പ്യാതിരി സാക്ഷാൽ ഗാന്ധിയെപ്പോലും മൗനത്തിലേക്ക് തള്ളിവിട്ടത് ജാതീയതയുടെ പ്രമാണവാദത്തിലൂടെയായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി വാണ ഈ കാലത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠയുടെയും ക്ഷേത്ര സത്യാഗ്രഹങ്ങളുടെയും പന്തിഭോജനങ്ങളുടെയും നവോത്ഥാന പാതകൾ നാം തുറന്നത്. ഗുരുവായൂർ ക്ഷേത്രം സമസ്ത ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തില്ലെങ്കിൽ കേളപ്പനോടൊപ്പം താനും ഉപവാസത്തിനുണ്ടാകുമെന്ന് ഗാന്ധിജിയുടെ മുന്നറിയിപ്പ് മുതൽ TK മാധവനും KP കേശവമേനോനും മന്നത്തു പത്മനാഭനും ഗോവിന്ദ പണിക്കരുമൊക്കെ ചേർന്ന് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള നിരത്തുകളെല്ലാം മനുഷ്യർക്കുമായി തുറന്നു കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടം വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ സൃഷ്ടിച്ച ചലനം നവോത്ഥാനത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. ഇനിയും ഒരു വട്ടം കൂടി ഒരു തീയപ്പാട് ദൂരമോ ചെറുമപ്പാട് ദൂരമോ മാറി നിൽക്കാൻ നമ്മളെ സ്വയം വിട്ടുകൊടുക്കാതിരിക്കുക. ദേവസ്വം ബോർഡിനോടാണ് ഒരു ദിവസമെങ്കിലും നവോത്ഥാന ആശയങ്ങളിലൂടെ ഉഴുതുമറിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തിരിക്കുന്നു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട തൊഴിൽ ചെയ്യാനെത്തിയ ഒരു മനുഷ്യനെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്താൻ നിങ്ങളെടുത്ത ആ തീരുമാനം കേരളത്തിന് എത്ര ഭൂഷണമാണെന്ന് ആത്മപരിശോധന നടത്തണം. ജാതി വിവേചനത്തിൻ്റെതല്ല, മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാടായിരിക്കണം നമ്മുടെ കേരളമെന്നാവർത്തിച്ച് ഉരുവിടേണ്ടതുണ്ട്. ഏതായാലും സാമുദായിക മതിൽക്കെട്ടുകൾ വിലങ്ങുതടിയാകുന്ന രാഷ്ട്രീയത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരെയല്ല, ഇങ്ങനെ നെഞ്ചി വിരിച്ചു പറയുന്നവരെയാണ് ഈ നാടിന് ഏറെ ഇഷ്ടം.
കെ സി വേണുഗോപാലിന് ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല.